കായിക മേളയിൽ പ്രതിഷേധവുമായി എത്തുന്ന വിദ്യാർത്ഥികൾ പോയിന്റ് നൽകിയതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധം. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങൾ നൽകും. ശ്യാമ, എന്താണ് സ്കൂൾ കായികമേള വേദിയിൽ സംഭവിച്ചത്? അവസാന സമയം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി വിദ്യാർത്ഥികളിൽ നിന്ന്? സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, അതായത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്. പാലക്കാട് ഐഡിയൽ സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. രണ്ടാം സ്ഥാനത്ത് GV രാജ സ്പോർട്സ് സ്കൂള് എന്ന രീതിയിലാണ് ഇതിലെ വേദിയിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് നാവാമുകുന്ദ സ്കൂളും മൂന്നാം സ്ഥാനത്ത് കോതമംഗലം മാർബേസിലുമാണ്. പക്ഷേ രണ്ടാം സ്ഥാനത്ത് പ്രഖ്യാപിച്ച GV രാജയ്ക്കും ഈ കപ്പ് കൊടുത്തതോടുകൂടി ഈ നാവാമുകുന്ദയും അതോടൊപ്പം തന്നെ മാർബേസിലും 3-4 സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെട്ടു. സാധാരണഗതിയിൽ GV രാജ, അതായത് സ്പോർട്സ് സ്കൂളിനെ ഇത്തരം കാറ്റഗറിയിൽ പരിഗണിക്കാറില്ല. അങ്ങനെ പരിഗണിക്കാത്ത സ്കൂളിനെ എന്തുകൊണ്ട് ഇക്കുറി പരിഗണിച്ചു എന്നതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ കോതമംഗലം മാർബേസിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ കായികമേള സമാപന ചടങ്ങ് വേദിയിൽ പ്രതിഷേധിച്ച് തങ്ങൾക്ക് കപ്പ് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധം. വെള്ളം കൊടുക്കണ്ട, എല്ലാവരും വെള്ളം വലിച്ചോണ്ട് പോലീസിനെ കൊടുക്കാറുണ്ട്. വെള്ളം കുടിക്കാനും വലിച്ചോണ്ടാ പറ്റുമോ? അല്ല, വെറുതെ പിടിച്ച് വലിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. പോലീസ് വലിച്ചോണ്ട് കൊണ്ട് മൈനർ തൊടാൻ പാടില്ല പോലീസുകാർ. അത് വെള്ളം കുടിക്കാല്ലേ. ഇത് ഞങ്ങളെ കഷ്ടപ്പാടിനും വേർപ്പിനൊന്നും ഒരു വിലയില്ല. ഇവരെന്തുണ്ടാക്കിയാൽ അതാണ് ഇപ്പൊ പ്രശ്നം. ന്യായമുണ്ട്, പോലീസുണ്ട്, എല്ലാരും ഉണ്ട്. പാവപ്പെട്ട ആരുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒന്നാം സ്ഥാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 2-3 ഓൾറെഡി പ്രഖ്യാപിക്കേണ്ടതാണ്. ഇതൊന്നും ഇവര് പ്രഖ്യാപിക്കുന്നില്ല. വെള്ളം കുടിക്കാൻ പോണ ടൈമിൽ